ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. കാർലോ ആഞ്ചലോട്ടിയുടെ മകനായ ഡേവിഡ് ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിൽ പിതാവിൻ്റെ അസിസ്റ്റന്റ് പരിശീലകനായിക്കൊണ്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രധാനമായ ഒരു വാർത്ത പുറത്തേക്ക് വന്നിരുന്നു. ബ്രസീലിയൻ ക്ലബ്ബായ ബോട്ടഫോഗോയുടെ മുഖ്യ പരിശീലകനായിക്കൊണ്ട് ഡേവിഡ് ആഞ്ചലോട്ടി ചുമതലയേൽക്കുകയാണ്. എല്ലാ മാധ്യമങ്ങളും ഇക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. ഇതോടുകൂടി ബ്രസീലിയൻ ദേശീയ ടീമിലെ സ്ഥാനം രാജിവെച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ബോട്ടഫോഗോയുടെ മുഖ്യ പരിശീലകനാവുക എന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത്. ബ്രസീൽ ടീം അദ്ദേഹം വിടുമെന്ന് പൊതുവിൽ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഇപ്പോൾ കാര്യങ്ങൾ സംഭവിക്കുന്നത്. പ്രമുഖ സ്പാനിഷ് മാധ്യമമായ മാർക്ക ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട്. അത് ഇങ്ങനെയാണ്. അതായത് ബോട്ടഫോഗോയുടെ പരിശീലകനായിക്കൊണ്ട് ചുമതലയേൽക്കുന്ന ഡേവിഡ് ആഞ്ചലോട്ടി ബ്രസീലിയൻ ദേശീയ ടീമിനെ ഉപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ചുരുങ്ങിയത് അടുത്ത വേൾഡ് കപ്പ് വരെയെങ്കിലും ഇദ്ദേഹം ബ്രസീലിയൻ ദേശീയ ടീമിൽ പിതാവിൻ്റെ സഹായിയായിക്കൊണ്ട് ഉണ്ടായേക്കും. ബ്രസീലിന്റെ എല്ലാ ഇന്റർനാഷണൽ മത്സരങ്ങളിലും ഡേവിഡ് ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന് ആ സമയത്ത് തന്നെ ബോട്ടഫോഗോയുടെ മത്സരങ്ങളിൽ പങ്കെടുക്കേണ്ടി വന്നേക്കും. പക്ഷേ അടുത്ത വേൾഡ് കപ്പിൽ പിതാവിൻ്റെ ഒപ്പം ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. ബ്രസീലിലെ ജോലി പൂർണ്ണമായും ഉപേക്ഷിക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്നാണ് മാർക്ക ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ബ്രസീലിയൻ ദേശീയ ടീമിന്റെ അസിസ്റ്റന്റ് പരിശീലക സ്ഥാനത്ത് തുടരാൻ ബോട്ടഫോഗോയും ഇപ്പോൾ ഡേവിഡ് ആഞ്ചലോട്ടിക്ക് അനുമതി നൽകിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു എഗ്രിമെന്റിലാണ് രണ്ട് പാർട്ടികളും തമ്മിൽ എത്തിയിട്ടുള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഏതായാലും ബ്രസീലിയൻ ദേശീയ ടീമിന്റെ ഭാഗമായിക്കൊണ്ട് ഡേവിഡ് ആഞ്ചലോട്ടി ഉണ്ടാകും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എല്ലാ മത്സരങ്ങളിലും അദ്ദേഹം ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. പക്ഷേ വരുന്ന വേൾഡ് കപ്പിൽ പിതാവിനെ സഹായിക്കാനായിക്കൊണ്ട് ഡേവിഡ് ആഞ്ചലോട്ടിയുടെ ഒരു സേവനം അവിടെ ഉണ്ടാകും. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.